പല യജൂജ് എന്നൊക്കെ പറയുമ്പോൾ വലിയ തെറ്റായ ധാരണകൾ അതിനെക്കുറിച്ചൊക്കെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ചെവി പുടക്കുകയും ഒരു ചെവി വിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളൊക്കെ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പലരും മനസ്സിലാക്കി വെച്ചതിനെതിരായിട്ടൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അത് വളരെ വലിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇനി വേണമെങ്കിൽ ആരെങ്കിലും എന്നെ തിരുത്തുന്നതിൽ എനിക്ക് വിരോധവുമില്ല. വിജ്ഞാനത്തിൻ്റെ അവസാനത്തെ ആൾ നമ്മളല്ല, നമ്മൾ വിജ്ഞാനത്തിൻ്റെ ആദ്യത്തെ ആൾ പോലുമല്ല. നമ്മൾ വിജ്ഞാനത്തിൻ്റെ കേവലം ഖാദിമീങ്ങൾ മാത്രമാണ്. അല്ലാഹു തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എല്ലാവരും വളരെ വസ്തുനിഷ്ഠമായി ചെവി തുറന്ന് വെച്ച് ശരിക്ക് കേൾക്കണം. പല യജൂജ് എന്നൊക്കെ പറയുമ്പോൾ വലിയ തെറ്റായ ധാരണകൾ അതിനെക്കുറിച്ചൊക്കെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ ഉണ്ടാകാം. ആ പ്രയോഗങ്ങൾക്ക് അതിൻ്റെതായ വിശാലമായ അർത്ഥങ്ങളുണ്ടാകാം എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഏതായാലും വളരെ ചില കാര്യങ്ങൾ നിങ്ങളെയൊക്കെ പഠനത്തിനും വിദ്യാർത്ഥികളുടെ പഠനത്തിനും വിജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഊടിക്കാച്ചി നോക്കണം. എന്നിട്ട് അതിൻ്റെ സത്യത്തിൽ നമ്മൾ എത്തിച്ചേരണം. നമുക്ക് ശേഷം വീണ്ടും വിജ്ഞാനത്തിനെ അന്വേഷിക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഅലമു ബിൽ കിതാബി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബലാണെന്ന് ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ടാണ് യമനിൽ ഗവർണറായി ഹബീബായ നബി തന്നെ ബഹുമാനപ്പെട്ടവരെ നിയോഗിച്ചത്. അല്ലാത്തവരില്ലാത്തത് കൊണ്ടാണോ മദീനയിൽ ഹലാൽ ഹറാം ഏറ്റവും ഗഹനമായി അറിയുന്ന ആൾ അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബൽ എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഖുർആൻ അറിയാത്തത് കൊണ്ട് അല്ല, പക്ഷേ ചില ആളുകൾക്ക് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ മറ്റു പലരും ധരിച്ചു വച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സത്യങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ കേൾക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. യജൂജിനെ പരിചയപ്പെടാൻ നല്ലത്, യജൂജ് മാജൂജ് പരിചയപ്പെടാൻ നല്ലത് അൽ കഹ്ഫ് 94 മുതൽ 99 വരെയുള്ള ആയത്തുകളിലൂടെയാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فاعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يموج يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا. സൂറത്തുൽ കഹ്ഫ് 94 മുതൽ 99 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഖാലു, ആ പ്രദേശവാസികൾ പറഞ്ഞു. എവിടെയാണ് പ്രദേശം, എവിടെയാണ് പിന്നെ ഞാൻ കാണിച്ചത്. ആ പ്രദേശവാസികൾ പറഞ്ഞു, ദുൽഖർനൈൻ എന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. സയ്യിദ്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നും അല്ല മുആസിർ ഇബ്രാഹിം ആണെന്നും അഭിപ്രായമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട അഭിപ്രായവും. മുആസിർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണെന്ന് പ്രധാന പക്ഷം. അപ്പോൾ നമ്മുടെ എത്ര ബിഫോറാകും? ഏകദേശം 4000. ഇതാണ് പ്രധാന പക്ഷം. അദ്ദേഹമാണ് അവ്വലു മൻ ആനഖ്, ആദ്യം
ആലിംഗനം ആരംഭിച്ചത് അദ്ദേഹമാണ് എന്നാണ് ചരിത്രം. അതായത് മുആനഖത്ത് ഇങ്ങനെ കഴുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു അഭിവാദ്യം, ഇല്ലേ? സുന്നത്താണല്ലോ. ഇതാദ്യമായി തുടങ്ങിയത് ദുൽഖർനൈനാണ് എന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം. അദ്ദേഹം മുആനഖത്ത് ചെയ്തത് ഇബ്രാഹിമിനെയാണ് അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം. കൂട്ടത്തിൽ പറയട്ടെ, ദുൽഖർനൈൻ നബിയല്ല എന്നാണ് പ്രധാന പക്ഷം. ദുൽഖർനൈൻ നബിയല്ല എന്നാണ് പ്രധാന പക്ഷം. ഒന്നിലധികം നൂറ്റാണ്ട് ജീവിച്ച ആളായതുകൊണ്ടാകാം 2 കർണിന്റെ ആൾ എന്നടിസ്ഥാനത്തിൽ ദുൽഖർനൈൻ എന്ന് പറഞ്ഞിരുന്നത് എന്ന് ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ തലയിൽ 2 മുഴകൾ ഉണ്ടായിരുന്നു എന്ന് 2 മുഴകൾ ഉണ്ടായിരുന്നു. ആ മുഴ തലപ്പാവ് നീക്കിയാൽ കൊമ്പ് പോലെ തോന്നിച്ചിരുന്നു, അതുകൊണ്ടാണ് ദുൽഖർനൈൻ എന്ന് പറഞ്ഞതെന്ന് മറ്റൊരഭിപ്രായം. ഏതായാലും ദുൽഖർനൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് മുഴ പോലെ കൊമ്പല്ല, ഇനി കൊമ്പാന്ന് പറഞ്ഞുണ്ടാക്കണ്ട, എന്ത് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൂടും. കൊമ്പല്ല, എന്ത് തലയില് 2 മുഴകൾ പോലെ നിന്നിരുന്നു. അത് തലപ്പാവ് നീക്കിയാൽ തലയടച്ച് തലയെ കെട്ടുന്ന തലപ്പാവ് ആദ്യമായി കൊണ്ടുവന്നത് ദുൽഖർനൈനാണെന്ന് ഒരഭിപ്രായം. മനസ്സിലായില്ല? തലയടച്ച് കെട്ടുന്ന തലപ്പാവ് ആദ്യമായി കൊണ്ടുവന്നത് ദുൽഖർനൈനാണെന്ന് ഒരഭിപ്രായം. അതും ഒരഭിപ്രായമാണ്, നബിയല്ല. അക്ഷാംശ ധ്രുവാംശ രേഖകൾ ആദ്യമായി വ്യത്യാസപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിച്ചത് ദുൽഖർനൈനാണെന്ന് പ്രധാന അഭിപ്രായം. അക്ഷാംശ ധ്രുവാംശ, അതായത് ജോഗ്രഫിക്കൽ വിജ്ഞാനത്തിന്റെ ബേസ് ലോകത്തിന് നൽകിയത് ദുൽഖർനൈനാണെന്നാണ് പ്രധാന പക്ഷം. കാരണം അദ്ദേഹത്തിന് ഏഷ്യയിലും യൂറോപ്പിലും അങ്ങനെ വിവിധ വൻകരകളിൽ അദ്ദേഹത്തിൻ്റെതായ പടക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സാമ്രാജ്യവും ഉണ്ടായിരുന്നു. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഏഷ്യയിൽ പോയതായി ഖുർആൻ പറയുന്നുണ്ട്, യൂറോപ്പിൽ പോയതായും ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ള മഹാന്മാരിൽ യൂറോപ്പിൽ പോയ ആൾ ദുൽഖർനൈൻ മാത്രമാണ്. അതും ചിന്തിക്കണം. പക്ഷെ പോയത് എന്തിനാന്ന് ഞാൻ പിന്നെ പറയാം. ഖുർആൻ പറഞ്ഞിട്ടുള്ള 25 നബിമാരും ഏഷ്യക്കാരും ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടവരുമാണ്. യൂറോപ്യന്മാരല്ല, അമേരിക്കക്കാരുമല്ല. എല്ലാം ഏഷ്യയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ വിളനിലം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എതിലെയും അദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നു. അതായത് ഓരോ സീസൺ, അതായത് അക്ഷാംശ ധ്രുവാംശ രേഖകൾ അവസ്ഥയുടെ വ്യതിയാനങ്ങളെ കുറിച്ച് വ്യക്തമായി ബോധം നൽകും. ഇല്ലെങ്കിൽ പിന്നെ നഷ്ടം സംഭവിച്ചു. അതാണ് അലക്സാണ്ടർക്ക് സംഭവിച്ചത്. അലക്സാണ്ടർ അല്ല ദുൽഖർനൈൻ. അലക്സാണ്ടർ വലിയ ജിഗീഷ, പക്ഷേ റഷ്യൻ സാഹചര്യത്തോടെ യോജിച്ച ആളായിരുന്നില്ല അലക്സാണ്ടർ. ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയാണ് റഷ്യക്കാർ അലക്സാണ്ടറുടെ പട്ടാളത്തെ കൊന്നത്. അങ്ങനെ അലക്സാണ്ടർ പായക്കപ്പലിൽ കിടന്ന് നിന്ദനായി മരിക്കുകയാണ്. അത് അടുത്ത ആഴ്ച ഒരു വിഷയം പറയുമ്പോൾ ഞാൻ കൂട്ടി പറയാം, ഇടയിലാണ് പറഞ്ഞു പോയതാ. അപ്പൊ അയാളൊന്നല്ല ദുൽഖർനൈൻ വേറെ ഒരു മഹാനാണ്. ദുൽഖർനൈന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ്, മൂസ നബിയുടെ ഖബറിന്റെ അടുത്താണെന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്കേണ്ട. ഏതായാലും ഈ ദുൽഖർനൈൻ അങ്ങനെ യാത്ര ചെയ്യുക, പടിഞ്ഞാറ് യാത്ര ചെയ്യുക. അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ദുൽഖർനൈൻ എന്ന മഹാചക്രവർത്തി ഒരു പ്രദേശത്തെത്തിയപ്പോൾ വിവരമില്ലാത്ത ഒരു സമൂഹം ദ്വിഭാഷ മുഖേനയാണെന്നും അതല്ല
കറാമത്ത് കൊണ്ട് അവരുടെ ഭാഷ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നെന്നും അഭിപ്രായം കാണുന്നുണ്ട്. അവരുമായി സംസാരിച്ചു. അവരെക്കുറിച്ച് തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല, ഒരു വിവരവുമില്ലാത്ത ഒരു പ്രദേശവാസികൾ. വിവരമില്ലാത്തവർ എന്ന് ഖുർആൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് പിന്നീട് ഞാൻ പറയാം. അത് നിങ്ങൾ ഓർമ്മപ്പെടണം, അവിടെ ഓർമ്മപ്പെടണം. പിന്നെ എവിടുന്ന് അവർക്ക് വിവരം കിട്ടി എന്ന് മനസ്സിലാക്കണം. ഇത് വളരെ യജൂജ് മഅജൂജ് യൂറോപ്പിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ വളരെ നിങ്ങൾ ബുദ്ധി കൊണ്ട് കോർക്കണം. മുഴുവനും കൂടെ ഒരേ സമയത്ത് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ എഴുതിക്കൊണ്ടെന്ന് ചുരുക്കിയുള്ളൂ. ബുദ്ധി കൊണ്ട് കോർക്കാൻ പോവാണ്. പലപ്പോഴും ഞാൻ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ വരില്ല, കഴിഞ്ഞിട്ടാവും അത് പറയായിരുന്നല്ലോ എന്ന് തോന്നുക. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ദുൽഖർനൈൻ എത്തിപ്പെട്ട ജനതയെക്കുറിച്ച് അങ്ങനെ ഒരു ജനതയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുമില്ല. അവരെ പരിചയപ്പെടുത്തിയത് അവർക്ക് വിജ്ഞാനം തീരെ ഇല്ല. ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബേസിക് ഒരു സ്റ്റഡി പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് അവർ വിവരമില്ല എന്നല്ല പറഞ്ഞത്. ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല, പറഞ്ഞാൽ പോലും ഒരു നാഗരിക സമൂഹം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക പരിവർത്തനം പോലും ആ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നില്ലേ? വളരെ ചിന്തിക്കും. അവിടെ എത്തുക. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, യാദൽ ഖർനൈൻ ഇന്ന യജൂജ വമാജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ, നിങ്ങൾ ഞങ്ങൾക്കൊരു കെട്ടുണ്ടാക്കി തരുമോ എന്നാണ്. ശരി, ആദ്യം നമുക്ക് യജൂജ് മഅജൂജിനെ പരിചയപ്പെടാം. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞാൽ അതൊക്കെ കാസിമിയുടെ പുതിയ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കടന്നു പോകും. അതിനേക്കാൾ നല്ലത് ഇത് KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ വ്യാഖ്യാനമാണ്. ഇത് അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പരിഭാഷയിൽ നിന്ന് അങ്ങോട്ട് ഉദ്ധരിക്കാം. നിങ്ങൾ ആദ്യം യജൂജ് മഅജൂജിനെ ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ ധാരണകൾ ഒന്ന് പറയണമെങ്കിൽ അതിനാരിലെങ്കിലും ഒന്ന് ചാരണമല്ലോ എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സത്യത്തിൽ ഈ വിഷയം കണ്ടെത്തിയത്. വളരെ മനോഹരമായി പറയുന്നുണ്ട്. യജൂജ് മഅജൂജ് ആരാണെന്ന് KV മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മഹാനവറുകളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. നോക്കുക, ഇനി നമുക്ക് യജൂജ് മഅജൂജിനെ പറ്റി വിവരിക്കാം. നൂഹ് നബിയുടെ പുത്രനായ യാഫസിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് യജൂജ് മഅജൂജ് എന്നതിൽ ചരിത്രകാരന്മാർക്കും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കുമിടയിൽ ഭിന്നിപ്പൊന്നുമില്ല. അതൊന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഒറ്റ മിനിറ്റ്. പ്രളയത്തിന് ശേഷം ലോക സംസ്കാരത്തെ നിലനിർത്തിയ ആൺമക്കൾ നൂഹ് നബിക്ക് 3 ഹാം, സാം, യാഫത്ത്. ഹാം, സാം, യാഫത്ത്. ഹാമിൽ നിന്ന് സുഡാനികൾ ഉണ്ടായി. എത്യോപ്യ, സുഡാൻ, ഏരിയത്ര, കെനിയ, ഹാക്കറ വഹാക്കറ, കറുത്ത പ്രദേശങ്ങൾ. മനസ്സിലായില്ലേ? ഹാമിൽ നിന്ന് സാമിൽ നിന്ന് അറബികൾ ഉണ്ടായി. യാഫത്തിൽ നിന്ന് തുർക്കിന്റെ പടിഞ്ഞാറും ഉണ്ടായി. തുർക്കികളുടെ പിതാവാണ് യാഫത്ത്. തുർക്കികൾക്ക് തുർക്കി, തിർക്ക്, തർക്ക, തറക്ക, മത്രൂക്ക് എന്നൊക്കെ പറയാം. തുർക്ക്, തറക്ക, തുരിക്ക, തിർക്ക്. മനസ്സിലാക്കണം, അതൊക്കെ ചിന്തിക്കണം. അതില് തിർക്ക് ഉപേക്ഷിക്കപ്പെട്ട ജനത, തുർക്കി ഉപേക്ഷിക്കപ്പെട്ട ജനത. തുരിക്കു മിനൽ അംബിയാഇ ലിഅന്നഹും ഔലാദു യാഫത്ത് വമിൻ സുൽബിഹിം യജൂജ് മഅജൂജ്. അതായത് തുർക്കിയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് വരുന്ന ഭാഗങ്ങൾ, യൂറോപ്പ് അങ്ങോട്ട്, യൂറോപ്പിന്റെ ഒരു നഗര കവാടം, യൂറോപ്പിന്റെ കവാടം എന്ന് വേണമെങ്കിൽ തുർക്കിയെ പറയാം. തുർക്കിയിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന ഭാഗങ്ങളെല്ലാം അതാണ് തുർക്കിന്റെ മാവറാവും, തുർക്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ആ ഭാഗത്തേക്കാണ് ലോക സംസ്കാരം വരുന്ന 2 ഭാഗങ്ങൾ. അതാണ്. ഇനി ഇവിടെ മൂന്നാമതായി ഒരു വിഭാഗമേ ഉള്ളൂ, അമേരിക്കൻ സമൂഹത്തിന്റെ ബേസ്
യാഫസി സമൂഹമാണ്. അവർ യൂറോപ്പിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. പിന്നെ ഒരു സങ്കരത്വം വന്നിട്ടുണ്ടാകാം എന്ന്, അതായത് ഹാമീസാമി സമൂഹത്തിന്റെ സങ്കര സമൂഹമാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ. ഇന്ത്യക്കാർ നേരത്തെ അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രധാന പക്ഷം. 1400 കൊളംബസ് അമേരിക്കയിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ റെഡിൻജൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അവർ അടിസ്ഥാനപരമായി തവിട്ട് നിറക്കാരായ ഏഷ്യക്കാരാണ് എന്നാണ് പ്രധാന പക്ഷം. അവിടെ നിന്ന് പിന്നെ കുടിയേറി പാർത്ത് ഇന്നത്തെ അമേരിക്കൻ സമൂഹം എന്ന മെജോറിറ്റി സമൂഹം സത്യത്തില് പടിഞ്ഞാറിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. തുർക്കികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂറോപ്പ്, തുർക്കി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം അങ്ങോട്ട് യൂറോപ്പിന്റെ ഭാഗങ്ങൾ, റഷ്യ, കസാക്കിസ്ഥാന്, താജിക്കിസ്ഥാന്, അർമേനിയ അടക്കമുള്ള ഭാഗങ്ങൾ മുഴുവനും, ഇത് മുഴുവനും ജർമ്മൻ, ഈ ഭാഗങ്ങൾ മുഴുവനും ഇതെല്ലാം മൊത്തത്തിൽ യാഫസിന്റെ സമൂഹമാണ്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3 മക്കളിൽ സംസ്കാരം, പ്രളയത്തിന് ശേഷം സംസ്കാരം നിലനിർത്തിയ, മാനവ സംസ്കാരത്തെ നിലനിർത്തിയ പ്രധാനികളായ 3 ആൺമക്കളിൽ 3ാമത്തെ ആൺമകനാണ് ആര്? യാഫസ്. മനസ്സിലായില്ലേ? ഹാമിൽ നിന്ന് കറുത്തവരുണ്ടായി, സാമിൽ നിന്ന് അറബികൾ ഉണ്ടായി, യാഫസിൽ നിന്ന് തുർക്കികളും തുർക്കിയുടെ പിന്നാലെയുള്ളവരും ഉണ്ടായി. നോക്കൂ, നൂഹ് നബിയുടെ പുത്രനായ യാഫസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് യജൂജ് മജൂജ് എന്നതിൽ ചരിത്രമാർക്ക് ഭിന്നിപ്പൊന്നുമില്ല. കേട്ടോളൂ, ശ്രദ്ധിക്കണം. യൂറോപ്യൻ ഭാഷയിൽ ഇവർക്ക് കാക്ക് എന്ന് പറയുന്നു. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ നോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല കാലങ്ങളിൽ പല പേരിൽ അറിയപ്പെട്ടവരാണിവർ. ഇനി കേട്ടോളൂ. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മഅ്ജൂജ് വർഗത്തിൽപ്പെട്ടവരാണ്. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മഅ്ജൂജ് വർഗത്തിൽപ്പെട്ടവരാണ്. റഷ്യക്കാർ യജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ. റഷ്യക്കാരാണ് യജൂജ്. ജർമ്മൻ, ബ്രിട്ടൻ അവരൊക്കെ മഅ്ജൂജികളാണ്. യജൂജ് മഅ്ജൂജ് സങ്കര സമൂഹമാണത്. റഷ്യക്കാർ യജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ. താർത്താരി വർഗം യജൂജ്, താർത്താരികൾ യജൂജികളാണ്. ആ ഭാഗത്തേക്ക് പിന്നീട് ഞാൻ വരാം. താർത്താരികൾ വലിയ മുസ്ലിം സമുദായത്തിന് യജൂജ, അതായത് യജൂജ് ഒരുപാട് കടന്നാക്രമണം ലോകത്ത് നടത്തിയിട്ടുണ്ട്. അവസാനത്തെ കടന്നാക്രമണം ഈസ നബിയുടെ കാലത്തായിരിക്കും. അതോടുകൂടി അവർ നശിക്കും പൂർണ്ണമായി. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. യജൂജ് മഅജൂജിന്റെ കടന്നാക്രമണം ലോകത്തെ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിന്റെ അവസാനത്തെ കടന്നാക്രമണം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമായിരിക്കും. അതാണ് ഏറ്റവും വലിയ ആക്രമണം. ഏറ്റവും വലിയ ആക്രമണം എന്നാൽ ഈസ നബിക്ക് പോലും തടുക്കാനാവാത്ത ആക്രമണം. ദജ്ജാലിനെ പരാജയപ്പെടുത്തും ആര്? സയ്യിദുനാ ഈസ. ആ ഈസാ നബിക്ക് പോലും തടുക്കാൻ കഴിയാത്ത ആക്രമണം കൊണ്ടുവരും ആര്? യജൂജ് മഅജൂജുകൾ. അതാണ് അവരുടെ അവസാനം. നോക്കൂ, താർത്താരികൾ യജൂജ് മുഗളവർഗം മഅജൂജുമാണ്. ഇവരിലൊക്കെ പിന്നീട് നല്ലവർ ഉണ്ടായിട്ടുണ്ട്. അവർ ഒരു രാജ്യക്കാരല്ല, ഒരു മഹാലോകമാണ്. ഇനി അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറയാം. അടിസ്ഥാനപരമായി യജൂജ് മഅജൂജികൾ അടിസ്ഥാനപരമായി അവര് യൂറോപ്യന്മാരല്ല. അടിസ്ഥാനപരമായി അവര് കിഴക്കൻ ഏഷ്യക്കാരാണ്, അഥവാ ചൈനക്കാരാണ്. ചൈന, മംഗോളിയ ഈ പ്രദേശത്തുകാരാണ്. നോക്കൂ, ഇവർ 2 കൂട്ടരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് തുർക്കികൾ. റഷ്യക്കാർ യജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ. താർത്താരി വർഗം യജൂജും മുഗളവർഗം മഅജൂജുമാണ്. ഇവർ 2 കൂട്ടരും തുർക്കി വർഗത്തിൽ പെട്ടവരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹാനായ KV മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് യജൂജിനെ പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഞാൻ ഇവിടെ കാണിച്ചത്.
ഇനി ആ കെട്ടിന്റെ ഭാഗം കൂടി അങ്ങോട്ട് പറയാം. കോക്കസിലെ ദാരിയാൽ മലയിടുക്ക് കടന്നു ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുഗളരെയും തടയുന്നതിനാ വേണ്ടിയായിരുന്നു ദുൽഖർനൈൻ ഭിത്തി നിർമ്മിച്ചത്. അഥവാ മുഗള താർത്താരികളെ തടയാൻ വേണ്ടിയാണ് ദുൽഖർനൈന്റെ ഭിത്തി ഉണ്ടായത്. അതായത് അടിസ്ഥാനപരമായി ഇവർ ചൈനക്കാരാണ്. ചൈന മംഗോളിയയുടെയും ചൈനയുടെ ഒരു മൂല, ചൈനയുടെ രണ്ട് ഭാഗത്തും, അതായത് വടക്കും പടിഞ്ഞാറിൻ്റെയും രണ്ട് മൂലകളും മംഗോളിയയുടെ ഒരു പടിഞ്ഞാറ് പൂർണ്ണമായും ചേരുന്ന ഭാഗമാണ് റഷ്യ. ചൈന, മംഗോളിയ, റഷ്യ, ഈ ഭാഗത്തായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവരുണ്ടായിരുന്നത്. മംഗോളിയക്കാരാണ് അസ്ലി അവർ. ചൈനക്കാരും മംഗോളിയക്കാരുമാണ്. സാംസ്കാരികപരമായും വിശ്വാസപരമായും ഈ സമൂഹങ്ങൾ ഇന്നും വളരെ യോജിപ്പിലുമാണ്. നമുക്കറിയാമല്ലോ, ലോകത്തെ ഇന്നും ചില മതനിരാസ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഒന്ന് റഷ്യയുമാണ്, വേറൊന്ന് ചൈനയുമാണ്. അവർ തമ്മിലുള്ള ബന്ധം നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യജൂജ് മജൂജ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. ഇതന്നെ യൂറോപ്പിന്റെ ഏകദേശം തുർക്കിയുടെയും യൂറോപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് അർമേനിയ, ആസർബൈജാൻ ഉള്ളത്. അർമേനിയ കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിൽ ആണ് അർമേനിയ, ആസർബൈജാൻ ഉള്ളത്. അർമേനിയ, ആസർബൈജാനിലാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈന്റെ കെട്ട് എന്നാണ് പ്രധാന അഭിപ്രായം. അഥവാ യൂറോപ്പ്, അർമേനിയ, ആസർബൈജാൻ. നോക്കൂ, കോക്കസിലെ ദാരിയാൽ മലയിടക്ക് കടന്നു ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുഗളരെയും തടയേണ്ടതെന്നാണ് ദുൽഖർനൈൻ ഭിത്തി നിർമ്മിച്ചത്. ഇവരുടെ ആദ്യകാല വാസസ്ഥലം ഉത്തരേഷ്യയാണ്. തെക്കു ടിബറ്റും ചൈനയും തുടങ്ങി വടക്കു ശാന്തസമുദ്രം വരെയും പടിഞ്ഞാറ് തുർക്കിസ്ഥാൻ വരെയും അത് നീണ്ടു കിടക്കുന്നു എന്നാണ്. എല്ലാം ഞാൻ വിശദമായി പിന്നീട് ആ ഭാഗത്ത് പറയാം. നോക്കൂ, ഇത് ബൈബിളാണ്. ബൈബിളും ഒരു നിലയ്ക്ക് ഈ കാര്യം പറയുന്നുണ്ട്. ബൈബിൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തിയിലെ 10-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ബൈബിൾ ഇങ്ങനെ തുടങ്ങുന്നത്. ഈ പാരമ്പര്യ രീതി ശരിവെക്കുകയാണ് ബൈബിൾ. നോഹയുടെ പുത്രനായ ഷേം, ഷേം എന്ന് അവർ പറഞ്ഞാല് സാമ്, ഹേം, ഹേം എന്നാല് ഹാമ്, യഫേൽ എന്നിവരുടെ വംശപാരമ്പര്യമാവിത് ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. ഇന്ന് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. യാഫേസിന്റെ പുത്രന്മാർ ഗോമേർ, ഗോഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മോശെക്ക്. യാഫത്തിന്റെ പുത്രന്മാരിൽ ഒരാളാണ് മോശെക്ക്. ഈ മോശക്കിന്റെ നാമത്തിലാണ് മോസ്കോ പട്ടണം ഉണ്ടാക്കിയിട്ടുള്ളത്. മോശക്ക് എന്നാൽ, മോസ്കോ എന്നാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? വളരെ ചിന്തിക്കണം. യാഫ് നൂഹ് നബിയുടെ മകൻ, ഒഴിവാക്കപ്പെട്ട സമൂഹത്തിന്റെ പിതാവാണ് ആര്? യാഫത്ത്. യാഫത്തിന്റെ പുത്രപരമ്പരയെ ബൈബിൾ പഴയ നിയമം എണ്ണുന്നെടുത്ത് 10-ാം അധ്യായത്തിൽ ബൈബിൾ ഉൽപ്പത്തി 10-ാം അധ്യായം 1, 2, 3 വാക്കുകൾ തുടങ്ങുന്നത് തന്നെ യാഫത്തിന്റെ പുത്രന്മാരെ വിശദീകരിച്ചിട്ടാ. അവിടെ യാഫത്തിന്റെ ഒരു പുത്രന്റെ പേരാണ് എന്റെ മോശക്ക്. നോക്കൂ, ഇനി ഇതേ ബൈബിൾ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞു. യഹസ്കേൽ സുവിശേഷം, ബൈബിൾ യഹസ്കേൽ സുവിശേഷത്തിൽ 38-39 അധ്യായങ്ങൾ തുടങ്ങുന്നിടത്ത് ഇങ്ങനെയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, മോശക്ക് എന്നിവയുടെ പ്രഭുവായ മാഗോദ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. അവിടെ ഈ
യെഹെസ്കേൽ സുവിശേഷത്തിൽ 38-39 അധ്യായങ്ങൾ കൊടുക്കുന്നിടത്ത് മനുഷ്യപുത്ര, രോഷം, മോശക്ക് എന്നിവയുടെ പ്രഭുക്കൾ എന്ന, അതായത് അവിടെ മോശക്കിനെ എണ്ണുന്നത് ഒരു നാടായിട്ടാണ്. മനസ്സിലായില്ല? ഉൽപ്പത്തി 10-ാം അധ്യായത്തിൽ മോശക്കിനെ വ്യക്തിയായി എണ്ണുന്നുണ്ട്. യെഹെസ്കേൽ സുവിശേഷത്തിലോ മോശക്കിനെ എണ്ണുന്നത് ഗ്രാമമായിട്ടാണ്. പ്രധാനപ്പെട്ട പക്ഷം ഇതാണ് പ്രധാനാഭിപ്രായം. മോശക്ക് എന്നാൽ അതാണ് റഷ്യയുടെ ഇന്നത്തെയും തലസ്ഥാനമായ മോസ്കോ. വളരെ ചിന്തിക്കണം. അവരാണ് യജൂജികൾ. വളരെ വ്യക്തമാണ് കാര്യം. പിന്നെ എവിടുന്ന് അവർക്ക് വിജ്ഞാനം തീരെ ഉണ്ടായിരുന്നില്ല. എവിടുന്ന് വിജ്ഞാനം കിട്ടിയ സ്ഥലം ഞാൻ പറയാം. ഇതാ വിജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാ ഹിജാസ് നേരെ ഈജിപ്ത്, ഹിജാസ്, ലിബിയ, പിന്നെ നേരെയുള്ളത് ഈജിപ്ത്, ഹിജാസ്, ലിബിയ കഴിഞ്ഞാൽ പിന്നെ നേരെയുള്ളത് മെഡിറ്ററേനിയൻ സീ ആണ്. മെഡിറ്ററേനിയൻ സീ നേരെ കടന്നു കയറുന്നത് സ്പെയിനിലേക്കാണ്. സ്പെയിൻ യൂറോപ്പിന്റെ കവാടവുമാണ്. മനസ്സിലാക്കണം. ഇവർക്ക് കാര്യം പറഞ്ഞാൽ പോലും തിരിയാത്ത ആളുകളായിരുന്നു ആദ്യം. ഇവർക്ക് എവിടുന്ന ഇതാ ഹിജാസ്, ഇതാ ഇന്ത്യൻ സമുദ്ര തീരത്ത്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് ഹിജാസ്, ഈജിപ്റ്റ്, നേരെ ഇങ്ങോട്ട് കടന്നാൽ മെഡിറ്ററേനിയൻ സീയാ. മെഡിറ്ററേനിയൻ സീ നേരെ അവസാനിക്കുന്നത് സ്പെയിനിലാണ്. സ്പെയിൻ, മൊറോക്കോ, പിന്നെ അൾജീരിയ, മൊറോക്കോ, സ്പെയിന്, ഫ്രാൻസ്, പിന്നെ യൂറോപ്പ് നേരെ. അപ്പോൾ ഇവർക്ക് വിജ്ഞാനം കിട്ടിയത് ത്വാരിഖ് ഇബ്നു സിയാദ് വഴിയാണ് റളിയല്ലാഹു അൻഹു. റഷ്യയിലേക്ക്, സ്പെയിനിലേക്ക് വിജ്ഞാനം കൊണ്ടുപോയത് ത്വാരിഖ് ഇബ്നു സിയാദാണ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക് മനസ്സിലായില്ലേ? സ്പെയിൻ ആദ്യ കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ പോലും തിരിയാത്ത ആളുകളായിരുന്നു. ആ ജനതയ്ക്ക് പിന്നെ വിജ്ഞാനം കൊടുക്കുകയാണ്. മംഗോളിയക്കാരുടെ നേരിട്ട് തടവിനെ ഒരു കെട്ടുകൊണ്ട് മാത്രം തടയുകയാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ. അല്ലാതെ മൊത്തം യജൂജ് മജൂജികളെ ദുൽഖർനൈൻ തടയണ കെട്ടിയിട്ടില്ല. മംഗോളിയക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചൈനയുടെ വൻമതിൽ ഉണ്ടാക്കിയത്. അത് ദുൽഖർനൈൻ കെട്ടിയതുമല്ല. മനസ്സിലാക്കണം. മംഗോളിയ ആക്രമണം തടയാൻ വേണ്ടിയാണ് ചൈനയിൽ വൻമതിൽ ഉണ്ടാക്കിയത്. ശ്രദ്ധിക്കണം. അങ്ങനെ ലോക ചരിത്രത്തിൽ ഒരുപാട് കാലഘട്ടത്തിൽ ഈ സമൂഹങ്ങൾ നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ തടയാൻ വേണ്ടി അതാതു കാലഘട്ടങ്ങളിൽ ലോകത്ത് ഒരുപാട് കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കെട്ടുണ്ടാക്കിയത്, ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും കെട്ടുണ്ടാക്കിയത് ദുൽഖർനൈനാണെന്ന് മാത്രം. അല്ലാതെ മൊത്തം ഒരു ജനതയെ ദുൽഖർനൈൻ കെട്ടിയിട്ടില്ല. വളരെ ചിന്തിക്കണം. ആ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ കാര്യം മനസ്സിലാകും. ശ്രദ്ധിക്കണം. ഇതാണ് വിഷയം. ഇതാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ പാറ്റ്ലസ്. ഇവിടെ വിശദമായുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നേരം പോകുമെന്ന് കരുതിയാണ് എല്ലാ കാര്യങ്ങളെ വസ്തുതാപരമായി ശരിവെക്കുന്നുണ്ട്. നോക്കൂ, വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണത്. ഈ മക്കളെ കുറിച്ച് സാഫാത്തിൽ 77-ാമത്തെ വചനത്തിൽ പറയുന്നുമുണ്ട്. ഭൂമിയിൽ നമ്മൾ ബാക്കിയാക്കിയത് നൂഹിന്റെ മക്കളെയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഫകുല്ലു മൻ അലാ വജ്ഹിൽ അർളി മിൻ സായിരി അജ്നാസി ബനി ആദം. ഈ മൂന്നാളിലേക്ക് ചേരും. ലോകത്ത് നമ്മളിൽ മൂന്നിൽ ഒരാളെ മോനായിരിക്കും. ലോക ചരിത്രത്തിൽ പ്രളയത്തിന് ശേഷം ആളുകൾ ഈ മൂന്നിലൊരാളിലേക്ക് ചേരും. ഒന്നിരിക്കൽ സാമിലേക്ക്, അല്ലെങ്കിൽ ഹാമിലേക്ക്, അല്ലെങ്കിൽ യാഫസിലേക്ക്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.
അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين. യൂറോപ്പിൽ അർമേനിയയുടെയും ആസർബൈജാന്റെയും ഇടയിലാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദ് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു മഹാത്ഭുതമാണ്. കാരണം എന്തുകൊണ്ട് 200 മുഴം ഉയരത്തിലായിരുന്നു കെട്ട്. 200 മുഴം ഉയരത്തിൽ. എന്തുകൊണ്ട് ആതൂനി സുബറൽ ഹദീദ് മംഗോളിയക്കാർ അതുവഴി നേരെ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയാണ് കെട്ടിയത്. ആസർബൈജാന്റെയും കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും തീരത്ത് ആസർബൈജാന്റെയും അർമേനിയയുടെയും ഇടയിൽ മഹാനായ സയ്യിദ്നാ ദുൽഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടി 200 മുഴം ഉയരത്തിൽ. കെട്ടിന്റെ മാത്രം വീതി 50 മുഴമായിരുന്നു. മനസ്സിലായില്ല? 50 മുഴം വീതി. എന്തുകൊണ്ട്? അതൂനി സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കട്ടകൾ കൊണ്ടിട്ട് അങ്ങോട്ട് കെട്ടി. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദ്നാ ദുൽഖർനൈൻ. അതന്നെ വലിയ അത്ഭുത, ഭയങ്കര അത്ഭുത. എന്തുകൊണ്ട് അവിടെ ഈ കെട്ടിയിട്ട് ഈ ഇരുമ്പിന്റെ കട്ടികൾ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അതൂനി ഉഫ്രിഗ അലൈഹി ഇദാ സാവാ ബൈന الصدفين قال انفه حتى إذا جعله نارا قال أعطوني أفرغ عليه قطرا. ശ്രദ്ധിക്കണട്ടോ, പറയുന്നുണ്ട് ഇരുമ്പിന്റെ കട്ടികൾ വെച്ചിട്ട് എന്ത് ചെയ്തു? തീ അങ്ങോട്ട് കൊടുത്തു. ഇരുമ്പിന്റെ കട്ടി 200 അടി മുഴത്തില് 50 അടി വീതിയിൽ ഇരുമ്പിന്റെ കട്ടി വിട്ട് തീ കൊടുത്താൽ മനുഷ്യന്മാരെ പരിസരത്ത് നിൽക്കുവോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്ക് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു അത്ഭുതം പറഞ്ഞുതരാം. ഇരുമ്പ് അങ്ങോട്ട് തീ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉരുക്കിയിട്ട് ചെമ്പ് അതിന്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇതിന്റെ മുകളിൽ കയറിയിട്ട് ചെമ്പ് അങ്ങനെ ഉരുക്കി ഒഴിച്ചു ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? 200 മുഴം ഉയരത്തില് 50 മുഴം വീതിയില് ഇരുമ്പിന്റെ കട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു? തീ കൊടുത്തു. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചെമ്പൊരുക്കി ഒഴിച്ചു. സയ്യിദ്നാ ദുൽഖർനൈൻ വലിയ കറാമത്തുള്ള വലിയാണ്. കാന യബ്സുറു ബില്ലൈലി, രാത്രിയായാൽ കാഴ്ചയുണ്ടായിരുന്ന ആളാണ് സയ്യിദ്നാ ദുൽഖർനൈൻ. കാല യദ്ഖുലു നാറ ഫയഖ്റുജു മിൻഹാ മിൻ ഗൈരി ഇഹ്റാഖ്, തീയിലൂടെ കയറിയിട്ട് പുറത്തിറങ്ങി വരുന്ന ആളായിരുന്നു. ഇതുറപ്പ്. മനസ്സിലായില്ല? അഥവാ ഒരു ഇബ്രാഹിം മാത്രമൊന്നുമല്ല, സയ്യിദ്നാ ഇബ്രാഹിം തീർന്നിറങ്ങി വന്ന ഒരുപാട് ആളുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഒരുപാട്. മഹാനാബായ അബു മുസ്ലിമിൽ ഖൗലാനി എന്ന സ്വഹാബി തീയിൽ നിസ്കരിച്ച ആളാ. തീയിൽ നിസ്കരിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് തീയിലിട്ടപ്പോൾ തീയിലെറിഞ്ഞു മുസൈലിമത്തുൽ കദ്ദാബ്. ഈ ചരിത്രം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ പോലും തന്റെ അൽ മുഅജ്ജത്ത് വൽ കറാമയിൽ പറഞ്ഞിട്ടുണ്ട്. അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻ തീയിലേക്ക് എറിഞ്ഞു ബഹുമാനപ്പെട്ടവരെ. പിന്നെ അവർ പിന്നെ നോക്കുമ്പോൾ അതിൽ നിന്നിട്ട് നിസ്കരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്നാ അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. എന്നതുപോലെ അഗ്നിയെ നിസാരമാക്കിയ ആളായിരുന്നു സയ്യിദ്നാ ദുൽഖർനൈൻ. അതന്നെ വലിയ ഒരു സംഭവമാണ് ആ കെട്ടുണ്ടാക്കിയത്. ഇങ്ങനെ ശത്രുക്കളെ ആക്രമണം തടയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ അവർക്ക് ചെയ്തു കൊടുത്തു എന്നാണ് ഇത് എന്ന് ബഹുവിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്.
യജൂജ് മാജൂജിനാൽ വിവക്ഷിക്കപ്പെടുന്ന താർത്താരി, മംഗോളി, ഹൂണർ, സീതിയൻ മുതലായ പേരുകളിൽ കുപ്രസിദ്ധരും പ്രാചീന കാലം മുതൽക്കേ പരിഷ്കൃത രാജ്യങ്ങളുടെ മേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നവരുമായ റഷ്യ, ഉത്തര ചൈനീസ് ഗോത്രങ്ങളാണ്. വേറൊരു ചരിത്രകാരൻ പറയുന്നുണ്ട് യജൂജ് മാജൂജ് അവരാണ്. ഇതന്നെ ഇവിടെ വിശദീകരിക്കുന്നുമുണ്ട്. സലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അന്ന മൗളിഅ സദ്ദൈൻ ഫീ നാഹിയത്തി ശിമാൽ ഫീ ജബലിൻ ബൈന അർമേനിയ വ അസർബൈജാൻ. യൂറോപ്പിൽ അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിലായിരുന്നു ഈ കെട്ട്. തഫ്സീർ റാസി യൂറോപ്പിൽ, ശ്രദ്ധിക്കണം, യൂറോപ്പിൽ അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിലായിരുന്നു. യൂറോപ്പിന്റെ കവാടത്തിൽ എന്നർത്ഥം. യൂറോപ്പിന്റെ കവാടമാണ് അതൊക്കെ. യൂറോപ്പിന്റെ കവാടം അഥവാ യൂറോപ്യർ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് കിട്ടിയത്. യൂറോപ്യർ അതായത് ചൈന, മംഗോളിയ, റഷ്യ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി പരിഷ്കൃത രാജ്യങ്ങളുടെ ലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കെട്ടി. മനസ്സിലായോ നിങ്ങൾക്ക്? യൂറോപ്പിന്റെ തുടക്ക ഭാഗം, യൂറോപ്പിലേക്ക്, അതായത് ഇന്നത്തെ യൂറോപ്പല്ല, അതിന്റെ തുടക്ക ഭാഗമാണ് ഏത്? അർമേനിയ, അസർബൈജാൻ. അതിന്റെ ഭാഗത്ത് കെട്ടി. എന്തിന്? ആ ഭാഗത്തൂടെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. പിന്നെയും ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് എന്ന് തഫ്സീർ റാസി. ഞാൻ വിശദീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ, വിശദമായി ഇനിയും പറയാൻ. ഇനി അവിടെ പറയേണ്ട കാര്യം, ഈ കെട്ട് പൊട്ടിച്ച് അവർ പുറത്തു വരുമോ എന്നാണ്. നോക്കൂ, ഈ കെട്ട് ഇന്നും പൊട്ടിയിട്ടില്ല എന്ന് ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അത് മൗഢ്യമാണ്. ഈ കെട്ട് മുഹമ്മദ് നബി തങ്ങൾ തന്നെ പറഞ്ഞു പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വൈലുല്ലിൽ അറാബി. ബുദ്ധി തുറന്നു വെച്ചാൽ അത്ഭുതം ഞാൻ കാണിച്ചു തരാം. യജൂജിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പുണ്യ നബി പറഞ്ഞത് വൈലുല്ലിൽ അറാബി, അറബികൾക്ക് നാശം എന്നാണ്. വൈലുല്ലിൽ അറാബി, വൈലുല്ലിൽ അറാബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ ഫുതിഹൽ യൗമ മിൻ റദ്മി യജൂജ വമജൂജ മിസ്ലു ഹാരാ. ഒരിക്കൽ ഉറക്കം എണീറ്റ് ഹബീബായ നബി ഇങ്ങനെ പിടിച്ചു. സൈനബ ബിൻത് ജഹ്ഷിന്റെ വീട്ടിലായിരുന്നു റളിയല്ലാഹു അൻഹ. ഉറങ്ങരുതേ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. ഇങ്ങനെ പിടിച്ചു. അൽ-ഇബ്ഹാമ വല്ലതി തലീഹ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. ഹബീബ റസൂലുള്ളാഹ് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവരെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് ഇങ്ങനെ പിടിച്ചു. അൽ-ഇബ്ഹാമ വല്ലതി തലീഹ, ഈ വിരലും ഈ വിരലും. എന്നിട്ട് പറഞ്ഞു വൈലുല്ലിൽ അറബി, വൈലുല്ലിൽ അറബി, അറബികൾക്ക് വലിയ നാശം വരാൻ പോകുന്നുണ്ട്. ഫുതിഹ മിൻ റദ്മി യജൂജ വമജൂജ മിസ്ലു ഹാദാ. യജൂജിന്റെ കെട്ടിൽ ഇത്ര പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ യജൂജുകൾ തുരക്കുമെന്ന് പറഞ്ഞതോ അതിന്റെയും മുമ്പാ. യജൂജുകൾ പുറത്ത് തന്നെയാ. യജൂജ് മാജൂജ് ഇപ്പോൾ ഉള്ളിലല്ല പുറത്ത് തന്നെയാകുന്നു എന്ന്. പൊട്ടിയിട്ടില്ല എന്നല്ല, പൊട്ടി. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ ഫുതിഹ മിൻ റദ്മി യജൂജ വമജൂജ മിസ്ലു ഹാരാ. ഇത്ര പൊട്ടിക്കഴിഞ്ഞു ഹബീബ റസൂലുള്ളാഹി. ശർറ് വന്നു. വൈലുല്ലിൽ അറാബി, വൈലുല്ലിൽ അറാബി. അഥവാ ഈ യജൂജുകൾ ആക്രമിക്കുക ആരെയായിരിക്കും? അറബികളെ ആയിരിക്കും. അറബികളോ ഹാമിലുൽ ഖുർആനാണ്. എന്താ പ്രശ്നം? അഥവാ ഖുർആന്റെ അനുയായികൾക്ക് ആ പ്രശ്നം. അറബികൾ ഹാമിലുൽ ഖുർആനാകുന്നു. നല്ല പോലെ ചിന്തിക്കും. നിങ്ങളെ തിരുവനന്തപുരത്തെ പാഠപുസ്തകത്തിലേക്ക് വരെ നിങ്ങളുന്നുണ്ട് കയ്യ്. ഇങ്ങനെ നീട്ടിയാൽ അങ്ങോട്ട് എത്തും. അവിടേക്ക് ഞാൻ വരും ചെയ്യാം. ചിന്തിക്ക്. വൈലുല്ലിൽ അറബ്, നല്ലോണം ചിന്തിക്കണം. ലോകത്തെ നാശം എന്നല്ല ഹബീബ നബി പറഞ്ഞത്. വൈലുല്ലിൽ അറബി, വൈലുല്ലിൽ അറബി. എണീറ്റിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാ എണീറ്റ് തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുല്ലിൽ അറബി, അറബികൾക്ക് നാശം വന്നല്ലോ.
മിൻ ശർരിൻ ഖദ് ഇഖ്തറബ ഫുതിഹ 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 തുറക്കപ്പെട്ട് കഴിഞ്ഞു. മിൻ റദ്മി യജൂജ വമജൂജ മിസ്ലു ഹാദാ. അപ്പോൾ പിന്നെ അവർ തുറക്കുമെന്ന് പറഞ്ഞത് അതിന്റെ മുമ്പ് അത് തുറക്കും, സുബഹിക്കാവുമ്പോ പോകും, പിന്നെയും തുറക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അതതിന് മുമ്പാ. ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞു. ഫുതിഹ മിൻ റദ്മി യജൂജ. എന്തുകൊണ്ട്? ഇനി ആഖിർ സമാന്റെ അടയാളമല്ലേ യജൂജ് മജൂജ്? എടക്കുട്ടി, ആഖിർ സമാന്റെ ഒന്നാമത്തെ അടയാളം എന്താ? മുസ്ലിയാരെ, യജൂജ് മജൂജ് ആഖിർ സമാന്റെ അടയാളല്ലേ? ആയിക്കോട്ടെ മോനെ, ആഖിർ സമാന്റെ ആദ്യത്തെ അടയാളം ഏതാ? ബിഅസത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബി വരിക. ഇതാണ് ആദ്യത്തെ അടയാളം. ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം, ഖിയാമത്തിന്റെ ആദ്യത്തെ അടയാളം ബിഅസത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബി വരിക എന്നതാണ് ആദ്യത്തെ അടയാളം. പിന്നെ ഹബീബ നബി പോയ, പിന്നെ ഹബീബ നബി എന്തേ പറഞ്ഞത്? അന മുഹമ്മദുൻ وأنا أحمد وأنا الحاشر وأنا العاقب وأنا نبي التوبة وأنا نبي الرحمة وأنا نبي الملحمة. ഞാനാരാ? ഞാൻ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാനാരാ? ഞാൻ അഹ്മദാ. പിന്നെ ഞാനാരാ? അനൽ ഹാഷിറു, ഞാൻ മഹ്ശറിലേക്ക് ആളെ കൂട്ടാൻ വന്നാളാ, സൈറൻ മുഴക്കാൻ വന്നാളാ. ഇവിടെ ആര് വരും? മഹ്ശറ തുടങ്ങാനായി എന്ന് പറയാൻ. പിന്നെ ഞാൻ ആരാ? അന നബി തൗബ, തൗബയുടെ വാതിലടക്കാൻ നേരത്ത് വന്നാളാ. വാന നബിയുർ റഹ്മ, ഞാൻ റഹ്മത്തിന്റെ നബിയാ. വാന നബിയുൽ മൽഹമ, ഞാൻ വിപ്ലവങ്ങളുടെ നബിയാ. ഞാൻ പോയാൽ പിന്നെ ഇവിടെ വിപ്ലവങ്ങളാകും എന്ന് സാർ. പിന്നെ ഇവിടെ വിപ്ലവങ്ങൾ തന്നെ. അന നബിയു തൗബ, മനസ്സിലായില്ലേ പറഞ്ഞത്? അന മുഹമ്മദുൻ വഅന അഹ്മദു വഅനൽ ഹാസിറു വഅനൽ ആഖിബു വഅന നബിയു തൗബ വഅന നബിയുർ റഹ്മ വഅന നബിയുൽ മൽഹമ. ഇനി കേട്ടോളൂ, യജൂജ് മജൂജിനെ അക്രമത്തിൽ നിന്ന് തടയുന്ന കാര്യം പ്രവാചക പ്രദേശങ്ങളുടെ നന്മയായിരുന്നു. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിലേക്ക് സൂചന തരുകയാണ്. പ്രവാചക പ്രദേശങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങൾ. 4 വേദഗ്രന്ഥം വന്നത് ഏഷ്യയിലാകുന്നു. പ്രധാനപ്പെട്ട പ്രവാചകന്മാരെല്ലാം വന്നത് ഏഷ്യയിലാകുന്നു. എന്നാൽ ഏഷ്യയിൽ ഇതാ കസുറൽ ഖബാസു, തമ്മാടികൾ അധികരിക്കുക. ഇത് യൂറോപ്പിലല്ല, യൂറോപ്പ് മംഗോളിയ വഴി നേരത്തെ തന്നെ തമ്മാടികളാണ്. തിരിഞ്ഞില്ല എന്നാണ് യജൂജ് വരികയാണ്. ഹബീബ നബിയോട് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു, ഇദാ കസുറൽ ഖബാസു ഇദാ കസുറൽ ഖബാസു, പ്രവാചക പ്രദേശങ്ങളിൽ തമ്മാടികൾ അധികരിച്ചാൽ പിന്നെ അതുവരെ അല്ലാഹു തആല നന്മയുടെ ബറക്കത്ത് കൊണ്ട് അവരെ തടഞ്ഞു നിർത്തും. എന്നാൽ നന്മയുടെ ബറക്കത്തില്ലാതെയായാൽ അവർ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അടിച്ചിങ്ങോട്ട് കയറും. ഇതന്നെ അല്ല, ഒരു നിലക്ക് നമുക്ക് ചിന്തിക്കാമല്ലോ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ലോകം 20-ാം നൂറ്റാണ്ട് കണ്ടതിൽ പ്രധാന നിരീശ്വരവാദികളിൽ ഒരാളാ. എന്നിട്ടും പാഠപുസ്തകങ്ങളിലൊന്നും ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പിന്നെന്താ ഇന്നിങ്ങനെ? MA ബേബി ഒന്നും അയാളെപ്പോലെ ഒരു നിരീശ്വരവാദിയല്ല. സത്യത്തിൽ വിരലുകൾ ചൂണ്ടേണ്ടത് നമ്മളടുത്തേക്കാണ്. മനസ്സിലായില്ലേ? പറയുക ഇതിനേക്കാൾ അത്ഭുതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്ഭുതം വരാൻ പോവാ. യജൂജികളാകുന്ന ആ യൂറോപ്യൻ സമൂഹം നേരത്തെ തന്നെ അവരാരാണ്? തമ്മാടികളാ. അപ്പൊ അവർക്കിടയിൽ തമ്മാടികൾ കൂടിയാലല്ല യജൂജ് വരിക. പിന്നെയോ ഏഷ്യൻ പ്രദേശങ്ങൾ പ്രവാചകരുടെ മണ്ണ, ആ നാട്ടിൽ തമ്മാടികൾ അങ്ങോട്ട് കൂടുക. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു നിരീശ്വരവാദിയാ. എന്നിട്ടും പാഠപുസ്തകങ്ങളിൽ നിരീശ്വരവാദം കയറ്റാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെന്റെ ഇപ്പോഴിങ്ങനെ ധർമ്മത്തിന്റെ ഒരു കൊണ്ട് ഏതു തിന്മകളെയും തടയാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് ആ ധർമ്മത്തിന്റെ തട്ട് നമ്മൾ പൊളിച്ചു കളഞ്ഞപ്പോൾ ഇലാഹിയായ ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇദാ കസുറൽ ഖബാസു ഇന്ന യജൂജ മവജൂജ യഫ്റൂന കുല്ല യൗമിൻ. വിശദമായി പറയുന്നുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല.
ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യജൂജ് മാജൂജിന്റെ ചുരുക്കത്തിൽ പറയാ, ശ്രദ്ധിക്കുക, ഈ കെട്ട് എന്ന് തന്നെ പൊട്ടിയായ ഹബീബ നബി പറഞ്ഞു, എന്റെ കാലത്ത് തന്നെ പൊട്ടിയിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഇനി അത് അവർ കൂടുതൽ പൊട്ടിക്കും, അവരും അവരല്ലാത്തവരും. ഒരു ആസർബൈജാന്റെ അവിടെ മാത്രമൊന്നുമല്ല, അവർ പരന്നു കിടക്കുകയാണ്. അവരൊന്നായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നാടുകളിലേക്ക് ഇങ്ങോട്ട് കയറി വരും. അതിനടുത്തായിട്ടുണ്ട് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യജൂജ് മാജൂജിന്റെ ആക്രമണം ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ടായിട്ടുണ്ട്. അതും ഞാനൊരു ലേശം അങ്ങോട്ട് വായിച്ചാല് എനിക്കും ഒരു സമാധാനാണ്, നിങ്ങൾക്കൊരു സമാധാനാണ്. കേട്ടോളൂ. യജൂജ് മാജൂജിന്റെ പ്രവേശനം തടയുവാൻ ദുൽഖർനൈൻ കെട്ട് നിർമ്മിച്ച് അതിനെ അഭ്യർത്ഥിച്ച ജനതയുടെ ആവശ്യപ്രകാരം 2 പർവ്വതങ്ങളുടെ ഇടയിൽ മാത്രമാണ്. ആ മാർഗത്തിൽ കൂടിയായിരുന്നു ശത്രുക്കൾ പ്രവേശിച്ചിരുന്നത്. അക്രമികളുടെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം മതിൽ കെട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് മാത്രമാണ് മതിൽ കെട്ടിയത്. യജൂജ് മാജൂജ് വർഗം വളരെയധികം പേരുണ്ടെന്ന് പുണ്യനബിയുടെ പ്രബലമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ദുൽഖർനൈൻ നിർമ്മിച്ച കെട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നതിന് ഖുർആനിലോ സ്ഥിരപ്പെട്ട നബി വചനത്തിലോ തെളിവില്ല. എന്റെ രക്ഷിതാവിന്റെ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അത് തകർത്തു കളയും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായി, ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ പ്രസ്താവിച്ചതായി 98-ാം വാക്യം പറയുന്നുമുണ്ട്. ഓരോന്നിനും ഓരോ സമയമാണുള്ളത്. മനസ്സിലായില്ല? ആ കെട്ടിനെ കുറിച്ച് പറയാണ്. ഓരോന്നിനും ഓരോ സമയമാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ നാശമുണ്ടാകും. നബിയുടെ കാലത്ത് തന്നെ ആ കെട്ടിന് ചില നാശങ്ങൾ വന്നതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച നബി വചനം കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് നിലവിലില്ലെന്നാണ് പലരുടെയും അഭിപ്രായം. ആ കെട്ട് ഇന്ന് നിലവിലില്ല. ഭിത്തി പൊട്ടിയ ഉടനെ തന്നെ ആ മാർഗത്തിൽ കൂടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഖുർആനിലില്ല. അഥവാ ഹബീബായ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പൊട്ടിയതായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ആക്രമിച്ചോളണം എന്നൊന്നും ഇല്ല എന്നർത്ഥം. യജൂജ് മാജൂജിന്റെ പുറപ്പെടൽ കൊണ്ടുള്ള ഉദ്ദേശ്യം അവരുടെ ആക്രമണവും അവർ വരുത്തുന്ന നാശങ്ങളുമാണ്. ആക്രമണങ്ങൾ ഇടക്കിടക്കുണ്ട്, നാശം മൊത്തത്തിൽ എന്നുണ്ട്. അത് പിന്നീട് വിശദീകരിച്ചാൽ മനസ്സിലാവും. അവയിൽ ഏറ്റവും ഭയാനകമായത് ഈസ നബി വരികയും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്ത ശേഷം ഉണ്ടാകുന്നവരുടെ പുറപ്പാടാകുന്നു. അന്നാണ് ഏറ്റവും വലിയ നാശം ഉണ്ടാവുക, മുമ്പുണ്ടാകുമെന്നർത്ഥം. യജൂജ് മാജൂജിന്റെ പുറപ്പാടിനെ പറ്റി ഇവിടെ പറഞ്ഞത് കൂടാതെ അംബിയാ 96-ലും പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഏറ്റവും ഭയാനകമായതും ഈസ നബി വന്ന ശേഷമുള്ളതുമായ ആ പുറപ്പാടെന്നാണെന്ന് പുണ്യനബിയുടെ ഹദീസിൽ നിന്ന് തെളിയുന്നതാണ്. രക്തച്ചരിച്ചിലിനും ക്രൂരകൃത്യങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ചെങ്കിസ് ഖാൻ മംഗോളിയൻ ഗോത്രങ്ങളെ, ചെങ്കിസ് ഖാന്റെ ആക്രമണം ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അത് യജൂജ് മാജൂജിന്റെ ആക്രമണമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. രക്തച്ചൊരിച്ചിലിനും ക്രൂരകൃത്യങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ചെങ്കിസ് ഖാൻ മംഗോളിയൻ ഗോത്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ നടത്തിയ മുസ്ലിം ലോകത്തേക്ക് നടത്തിയ ആക്രമണം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതായിരുന്നു. അത് യജൂജ് മാജൂജിന്റെ ഒരാക്രമണമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലോകത്തെ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അവർണ്ണനീയമാണ്. അതും യജൂജ് മാജൂജിന്റെ പുറപ്പാടു തന്നെ. അതും യജൂജ് മാജൂജിന്റെ പുറപ്പാടാണ്. അവസാനത്തതല്ല, ഇനിയും വരും എന്നർത്ഥം. ചെങ്കിസ് ഖാൻ എന്താ ചെയ്തത്? പഠിക്കുന്നവർക്ക് ഇത് റെഫറൻസ് ആവണം. ഒരു പഠിച്ചോട്ടെ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ വെറുതെ ഇരിക്കാതൊന്ന് ചിന്തിക്കട്ടെ. ചെങ്കിസ് ഖാൻ പറഞ്ഞല്ലോ, ചെങ്കിസ് ഖാൻ താർത്താരി യജൂജ. റഷ്യക്കാരനും താർത്താരികളും യജൂജികളാ. അവര് മംഗോളിയക്കാരാ. മംഗോളിയും റഷ്യയും ഒന്നാണ്. അതിരിട്ടിട്ടുണ്ടെന്നുള്ളൂ, ഒന്നാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? 2 അതിരിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. മംഗോളിയ റഷ്യ ഒന്നാണ്. മംഗോളിയ റഷ്യ ഒന്നാണെങ്കിൽ ചൈനയും മംഗോളിയ റഷ്യ ഒന്നാണ്. കാരണം
ചൈന, മംഗോളിയ, റഷ്യ. പിന്നെ അതിലേക്ക് ചേരുന്നതാണ് ടിബറ്റ്. ഇപ്പോൾ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരും മൂക്ക് ചപ്പന്മാരാണ്. ഇവരൊക്കെ അസില് തുർക്കികളുമാണ്. തുർക്കികളും മൂക്ക് ചപ്പന്മാരും സിഗാറുൽ അഅ്യുൻ തുർക്കികളോട് യുദ്ധം ചെയ്യാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്ക് ഹബീബ, ചിന്തിക്ക്. തുർക്കികളോട് യുദ്ധം ചെയ്യും. അവരൊക്കെ അത്രാക്ക് എന്നാൽ പ്രവാചകന്മാർ നേരത്തെ തന്നെ തറക്കോഹും, അതൊരു വെടക്കെട്ട കൗമായിട്ട് പ്രവാചകന്മാർ നേരത്തെ തന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാകാം. തുരിക്കു വറാഅ സദ്ദി, സദ്ദിന്റെ അപ്പുറം, കെട്ടിന്റെ അപ്പുറം അവരെ ഉപേക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് അവർ തുർക്കികൾ എന്ന് പറഞ്ഞു. പിന്നീട് അവരിൽ നല്ല ആളുകൾ ഉണ്ടാകാം. ഏതുപോലെ ജിന്നിന്റെ വാപ്പയാണല്ലോ ഇബ്ലീസ്. എന്നാൽ ജിന്നിലും ആരുണ്ട്? ജിന്നിന്റെ അബുൽ ജാന, ജിന്നിന്റെ വാപ്പയാ. മംഗോളിയക്കാരിൽ മുഗളന്മാരിലാണല്ലോ ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. സ്വാലിഹല്ലേ, അതിന് തെറ്റൊന്നുമില്ല. അസ്ലവരാരാ? അസ്ലവരും മുഗളന്മാരാ. മുഗളന്മാർ മഖ്ജൂജികളാ, താർത്താരികൾ യജൂജികളാ. അവരിൽ നിന്ന് നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാലോ അസ്ൽ യജൂജി ഉണ്ടായിട്ടുണ്ട്, അസ്ൽ മൗജൂജി ഉണ്ടായിട്ടുണ്ട്. അക്ബർ അത് ഒറിജിനൽ മൗജൂജിയാ. ദീനയിലാഹി കൊണ്ടുവന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുജദ്ദിദ് അൽ-ഫിസാനി അഹ്മദുൽ ഫാറൂഖ് സിർഹിന്ദി റളിയല്ലാഹു അൻഹു. ഖാദിരി തരീഖത്തിന്റെ പ്രഗൽഭ ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫിസാനി അഹ്മദുൽ ഫാറൂഖ് സിർഹിന്ദി റളിയല്ലാഹു. അദ്ദേഹമാണ് അക്ബറെ പരാജയപ്പെടുത്തിയത്. അക്ബർ മുഗളൻ മൗജൂജിയ. എന്നാൽ ആ മുഗളന്മാരിൽ പിന്നീട് തൊപ്പിതുന്നിയും ഖുർആൻ പകർത്തിയെഴുതിയും ജീവിച്ച മഹാനുണ്ടായി, മഹാനായ ഔറംഗസീബ്. അതിനെതിരൊന്നുമില്ല. പക്ഷെ സ്വഭാവത്തിന്റെ സമൂഹത്തിന്റെ പ്രാകൃത സ്വഭാവം പിന്നെ അവസാനം ഒരു അസ്ലി സ്വഭാവത്തിലേക്ക് മടങ്ങുകയും ചെയ്യും എന്നു സാരം. ചെങ്കിസ് ഖാന്റെ ആക്രമണം എന്താകുമെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നാൽ അതിന്റെ 1000 ഇരട്ടി ഭയാനകമായ ആക്രമണമാണ് ഇനി അവസാനം ഈസാ നബിയുടെ കാലത്തുണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലാവണില്ല. 616 മുസ്ലിം രാജ്യത്തേക്ക് ചെങ്കിസ് ഖാൻ കയറിയത്. ഹിജ്റ 616. എന്തായിരുന്നു സംഭവം? ഭയങ്കര. ഇനി ഞാൻ ചെങ്കിസ് ഖാന്റെ മുദ്രാവാക്യങ്ങൾ പറഞ്ഞു തരാം. എന്നാൽ നമുക്ക് ലോകത്താകെ റഷ്യക്കാർ കൊണ്ടുവന്നൊരു മുദ്രാവാക്യം എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ചെങ്കിസ് ഖാൻ എന്താ ചെയ്തത്? ചെങ്കിസ് ഖാൻ ചെയ്ത് കൂട്ടിയതിന് കയ്യും കണക്കില്ല. ബുഖാറയിലേക്ക് കയറി. ഇസ്ലാമിന്റെ വിളനിലമായിരുന്നു ബുഖാറ. ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ പിന്നെ ലക്ഷക്കണക്കായ ഹദീസ് അറിയാവുന്ന മനുഷ്യന്റെ നാട്ടിൽ ഒരു ഹദീസ് പഠിപ്പിക്കാൻ സ്ഥാപനം ഉണ്ടായില്ല. അതിന് കാരണക്കാരനാരാ? ചെങ്കിസ് ഖാന്റെ ആക്രമണ. ചെങ്കിസ് ഖാൻ താർത്താരിയ യജൂജിയ തന്നെ. എന്റെ ഉണ്ടായത് ബുഖാറയിലേക്ക് കയറി. فحاصرها ചെങ്കിസ് ഖാൻ 3 أيام فطلب منه أهلها الأمان فأمنهم ودخلها فأحسن السيرة فيهم مكرا وخديعا. അവരെ ചതിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അതിഥിയായി വരട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിൽ വന്നിട്ട് കയറിയിട്ട് ബുഖാറയെ അങ്ങോട്ട് നശിപ്പിച്ചു. എന്തിന്? തൈമൂർ ചൈനക്കാരനാ. താർത്താരിയ. എന്താ തൈമൂർ ചെയ്തത്? ബഗ്ദാദിലുള്ള പള്ളികളിലുള്ള കിതാബുകൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിക്ക് കുറുകെ ഇട്ടിട്ട് പട്ടാളത്തെ നടത്തിക്കൊണ്ടുപോയി. ലക്ഷക്കണക്കായ കിതാബുകൾ. അങ്ങനെയാണ് ലക്ഷക്കണക്കായ ഹദീസുകൾ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടത്. ആരുടെ ആക്രമണം? താർത്താരി ആക്രമണം. യജൂജി. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണാണല്ലോ ബഹുമാനപ്പെട്ട ബഗ്ദാദാണ് സത്യത്തിൽ ദീനിന്റെ ഒരു പ്രസരിപ്പുണ്ടായിരുന്ന നാട്. എന്ത് ചെയ്തു? തൈമൂർ ആക്രമിച്ചു.
എന്നിട്ട് തൈമൂർ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണം ഈ പള്ളികളും കിതാബുകളുമാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? പള്ളികളിലെ കിതാബുകൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിക്ക് കുറുകയിട്ട് അതിന്റെ മുകളിലൂടെ പടയെ നടത്തിക്കൊണ്ടുപോയി. ഈ സംഭവം മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഖൽദൂൻ പറയുന്നുണ്ട്. മുഖദ്ദിമയിൽ ഈ സംഭവം, മുഖദ്ദിമ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമിയാണ് മുഖദ്ദിമ പ്രസിദ്ധീകരിച്ചത്. വിശ്വേത്തര ഗ്രന്ഥമാണ് മുഖദ്ദിമ. മുഖദ്ദിമ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ്. മുഖദ്ദിമയിലുണ്ട് ബഹുമാനപ്പെട്ട ബഗ്ദാദിലേക്ക് വന്നു ആര്? താർത്താരിയായ തെമ്മാടിയായ തൈമൂർ. ആ നാട്ടിലെ പള്ളികൾ മുഴുവൻ നാശാക്കിയെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കായ ഹദീസുകൾക്ക് നദിയിലിട്ടിട്ട് പാലമാക്കിയിട്ട് അതിന്റെ മുകളിൽ കുതിരകളെ നടത്തിക്കൊണ്ടുപോയത് കാരണം 6 മാസത്തിലേറെ യൂഫ്രട്ടീസിലെ വെള്ളം കറുത്ത് കിടന്നു. എന്ത്? അച്ചടിയല്ല, എന്തായിരുന്നു? കൈകൊണ്ട് എഴുതിയത്. ലക്ഷക്കണക്കായ ഹദീസ്, 10 ലക്ഷത്തിലേറെ ഹദീസ് ഹബീബ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബിയുടേതായുണ്ട്. 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ആളായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. ഇന്നെവിടെ ഹദീസ് എവിടെ? അതൊക്കെ നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ആരാണ്? താർത്താരികളാ, അവരെ ജൂജികളാ. എന്താ അവർ ചെയ്തതെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം. കാലത്തെ താർത്താർ യഅ്തൂന മനാബിരി, മിമ്പറുകൾ കൊണ്ടുവരിക, എന്നിട്ട് ഫയത്റഹൂനഹാ ഫിൽ ഖന്ദഖി, കടങ്ങി കൊണ്ടുപോയിടും. പിന്നെയോ, പിന്നെ അവരെ ഫഖതലു മിൻ അഹ്ലിഹാ ഖൽഖൻ ലാ യഅലമുഹും ഇല്ലല്ലാഹ്. എത്ര ആളെയാണ് ഈ താർത്താരികൾ കൊന്നതെന്ന് അല്ലാതെ ഒരാൾ അറിയില്ല. ആ ജാതി കൊല നടന്നു. ചരിത്രം കണ്ട ഏറ്റവും വലിയ കൊല നീ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഓടിച്ചോടാ. പെണ്ണുങ്ങളെ കുടുംബത്തിന്റെ മുന്നിട്ട് വ്യഭിചരിച്ചു, ബലാത്സംഗം ചെയ്തു. സ്വന്തം ഭാര്യയെയും സഹോദരിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചവരായിരുന്നു ഭൂരിഭാഗം ആണുങ്ങളും. ധാരാളം ആളുകൾ ഇങ്ങനെ ചെയ്തു. ധാരാളം ആളുകളെ ചെങ്കിസ് ഖാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ചെങ്കിസ് ഖാൻ ഇങ്ങോട്ട് സമർക്കന്ദിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു നാട്ടിൽ കയറിയാൽ അവിടെ എത്ര മുസ്ലിമോ മൊത്തം കൊല്ലുക, എല്ലാ മുസ്ലിമീങ്ങളെയും കൊല്ലുക. പിന്നെയോ ഒരു റിജാലി വന്നിസായി മഅൻ വല്ലത്ഫാൽ, എല്ലാവരെയും എല്ലാവരെയും നശിപ്പിക്കുക, കവർച്ച ചെയ്യുക. വീടുകളെല്ലാം തകർക്കുക. തകർക്കാൻ കഴിയാത്ത തീ വെക്കുക. കൂടുതലും ചെങ്കിസ് ഖാൻ തകർത്തത് പള്ളികളെയും യൂണിവേഴ്സിറ്റികളെയുമാണ്. ബുഖാറയിലും സമർക്കന്ദിലൊക്കെ ആയിരക്കണക്കായ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ നശിപ്പിച്ചതാരാ? ചെങ്കിസ് ഖാനാ. അവൻ താർത്താരിയ, ജൂജിയ. ഇതൊരു പുറപ്പെടല. ചിന്തിക്കേ, എന്താന്ന് പറഞ്ഞാല് റബ്ബേ, ഇതാ 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 ഇനി കേട്ടോളൂ. ഇബ്നു കസീർ തങ്ങളുടെ അൽബിദായാണിത്. ഇതൊന്നും ഞാൻ എവിടുന്നെങ്കിലും പുതിയ പുസ്തകം കാസിമി വായിക്കാന്ന് വിചാരിക്കണ്ട, ഏതോ അറബികളെ പുസ്തകം എടുത്ത് കാസിമി വായിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ അൽബിദായത്ത് വന്നിഹായാണ്. അവിടുന്ന് ഉദ്ധരിക്കുന്നത്. ഇനി നിങ്ങൾ കേട്ടോളൂ. ഫലൗ ഖാല ഇന്നൽ ആലമ മുൻദു ഖലഖല്ലാഹു ഇലല്ലാൻ ലം യുബ്തലൂ ബിമിസ്ലിഹാ. ആകാശഭൂമി ഉണ്ടായതിനു ശേഷം, ആകാശം പടച്ചതിന് ശേഷം, ഭൂമി പടച്ചതിന് ശേഷം ചെങ്കിസ് ഖാൻ ചെയ്തതുപോലത്തെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി ഈസാ നബിയുടെ കാലത്ത് അവർ ചെയ്യുന്നതിലേക്ക് നോക്കിയാൽ നിസ്സാരമാണ്. നോക്കൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവ ചെയ്തത്. ചരിത്രത്തിനോട് അടുക്കുന്ന ഒന്ന് പോലുമില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഇതുപോലത്തെ ഒന്ന് ഉണ്ടാവുകയുമില്ല. ഈസാ നബിയോട്